ലഹരിക്കടത്തിന് വിസമ്മതിച്ച കഥകളി കലാകാരെ ഉപദ്രവിച്ച സ്ഥിരം കുറ്റവാളി നെട്ടൂർ ഹാരിസ് അറസ്റ്റിൽ. സെൻട്രൽ എസിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദുബായിൽ പ്രോഗ്രാം വാഗ്ദാനം ചെയ്ത ശേഷമായിരുന്നു ലഹരി കടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇത് വിസമ്മതിച്ചതോടെ യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ ചേർന്നു. ശ്യാംകുമാർ, ഇയാൾ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണിയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മറ്റു നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടോ? മുംബൈയിലെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഗുണ്ടാ സംഘങ്ങളുടെ പ്രധാന സഹായിയായി പ്രവർത്തിക്കുന്നയാളാണ് നെട്ടൂർ ഹാരിസ്. ഇയാൾക്കെതിരായിട്ട് വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. ഇന്നലെ തിരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പോളിംഗ് ബൂത്തിലെത്തി ഇയാൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ വെച്ച് ഇയാളെ തിരിച്ചറിഞ്ഞ് പനങ്ങാട് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിസാഹസികമായിട്ടാണ് പോലീസ് ഇന്നലെ പ്രതിയെ പിടികൂടിയത്. തുടർന്ന് സെൻട്രൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇയാൾക്കെതിരായിട്ട് അവിടെ ഒരു യുവതി 1 മാസം മുൻപ് നൽകിയ പരാതി. പ്രത്യേകിച്ച് ആ യുവതി ഒരു കഥകളി കലാകാരിയാണ്. അവർക്ക് വിദേശത്ത് ഒരു സ്റ്റേജ് പ്രോഗ്രാം വാഗ്ദാനം ചെയ്ത ശേഷം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്താമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് വിസമ്മതിച്ചപ്പോൾ വാഹനത്തിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയും പിന്നീട് ശാരീരികമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന പരാതി പോലീസിൽ ലഭിച്ചിരുന്നു. ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇന്നലെ വൈകിട്ട് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതാണ്. അല്പസമയം മുമ്പാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസ് നടപടികൾ പുരോഗമിക്കുന്നത്. ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ സഹായി നെട്ടൂർ ഹാരിസ് അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശമാണ് ശ്യാംകുമാർ നൽകിയത്.